പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കഞ്ചാവ് ചെടി വളർത്തിയെന്ന കേസിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ BR ജയന്റെ മൊഴിയെടുത്തു. വനം വിജിലൻസ് വിഭാഗം ഉദ്യോഗസ്ഥരാണ് മൊഴി രേഖപ്പെടുത്തിയത്. വ്യക്തമായ മൊഴി നൽകിയിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും BR ജയൻ പ്രതികരിച്ചു. നിയമപരമായ നടപടികളായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കും. ഇല്ല, ഇതിൽ എന്തെങ്കിലും സാറിനെതിരെ ഒരു നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളുണ്ടെന്നോ ഗൂഢാലോചനയുണ്ടോ? ഉദ്യോഗസ്ഥലത്തിലൊന്നും കൂടാതെന്നൊന്നും ഞാൻ പറയത്തില്ല. എൻ്റെ മേലുദ്യോഗസ്ഥരെ എനിക്ക് വിശ്വാസമുണ്ട്. അന്വേഷണം നല്ല രീതിയിൽ തന്നെ നടക്കും. ഒരു കുഴപ്പം. കൂടുതൽ വിവരങ്ങളുമായി സനോജ് ചേരുന്നു. സനോജ്, എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് കീഴിലുള്ള പ്ലാച്ചേരിയിലെ ഫോറസ്റ്റ് ഓഫീസ് സ്റ്റേഷനിലാണ് കഴിഞ്ഞ ദിവസം കഞ്ചാവ് ചെടി കണ്ടെത്തിയ സംഭവമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർക്കിടയിലുണ്ടായ ചില അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളുമാണ് ഇത്തരമൊരു പരാതിക്ക് ആധാരമെന്നുള്ളതായിരുന്നു ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ അന്വേഷണം വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും വനം വകുപ്പ് വിജിലൻസിന്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്ലാച്ചേരി ഫോറസ്റ്റ് ഓഫീസ് സ്റ്റേഷനിലെ വിവിധ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ BR അജയന്റെ മൊഴി വനം വകുപ്പ് വിജിലൻസ് വിഭാഗം രേഖപ്പെടുത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോട്ടയം ചൗത്തുവേലിയിലുള്ള ഒരു ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു മൊഴിയെടുപ്പ് നടന്നത്. ഇതിനുശേഷം പുറത്തിറങ്ങിയ BR അജയന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളത്. വ്യക്തമായ മൊഴി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കുറ്റം ചെയ്തവർ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടും. അന്വേഷണവുമായി സഹകരിക്കും. തന്റെ മേലുദ്യോഗസ്ഥരെ തനിക്ക് വിശ്വാസമുണ്ട് എന്നുമാണ് BR അജയൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വനംവകുപ്പിന് ഏറെ നാണക്കേടുണ്ടാക്കിയ ഒരു കേസ് വളരെ ഗൗരവമായി തന്നെയാണ് വനംവകുപ്പ് അന്വേഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റേഞ്ച് ഓഫീസറുടെ ചുമതല വഹിച്ചിരുന്ന ആളിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അനന്യ. സനോജ്, തുടരുക.